ഒന്ന് ഫ്രീ ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തോട്ടിറങ്ങി. ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി. നേരെ എങ്ങോട്ടാണ് പോയെന്ന് വെച്ചാൽ വർക്കല ക്ലിഫിലോട്ട്. പിന്നെ വെറുതെ പോയതല്ല, ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം. അങ്ങനെ ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് കയറി. ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം കാണിച്ച ആളുടെ ബർത്ത്ഡേ ആണ്. ഇത് നമ്മുടെ ന്യൂ കപ്പിൾസ്. പിന്നെ ബർത്ത്ഡേക്കാരിക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണം. എന്താണെന്നൊന്നും നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. എല്ലാവരെയും വിളിച്ച് വരുത്തി. പുള്ളിക്കാരി അറിയാതെ നമുക്കൊന്ന് എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് അതിൻ്റെ ബില്ലെല്ലാം പാവത്തിൻ്റെ തലയിൽ കെട്ടിവെച്ചു. എന്തായാലും ബർത്ത്ഡേ അല്ലേ, അതിന് ഞങ്ങൾക്ക് ചിലവ് തരണമെന്ന് കരുതിയിട്ട് അവളും അതങ്ങ് ഏറ്റെടുത്തു. എന്നിട്ട് ഞങ്ങൾ നേരെ അവളെ പറഞ്ഞയക്കാനുള്ള പ്ലാനില്ല. പിന്നെ പോകുന്ന വഴിക്ക് ഷോപ്പിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, കുറേ വെറൈറ്റി. പിന്നെ ഒന്നിലും തൊടാൻ പറ്റത്തില്ല, ഒടുക്കത്തെ റേറ്റാ. വെറുതെ കണ്ടു, ഒന്നെടുത്ത് നോക്കി, പതുക്കെ അതുപോലെ തിരിച്ചവിടെ വെച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ക്ലിഫിന് പുറത്തോട്ടെത്തി. പിന്നെ ഞങ്ങൾ അവളെ നേരത്തെ പറഞ്ഞ് വീട്ടിലോട്ട് വിട്ടു. ബർത്ത്ഡേക്ക് ഒന്നും ഗിഫ്റ്റൊന്നും ഇല്ലെന്ന് ചോദിച്ചിട്ട് ഒക്കെയാണ് പോയത് പുള്ളിക്കാരി. പിന്നെ അവൾ അറിയാണ്ട് ഞങ്ങൾ നേരെ ഒരു കേക്ക് മേടിക്കാനായിട്ട് ഷോപ്പിലോട്ട് പോയി. നേരത്തെ തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു, കാരണം കടയടിക്കരുതല്ലോ. ഞങ്ങൾ ക്ലിഫിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 9:30 മണിയായി. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ ഓർഡർ ചെയ്തു. അവസാനം കേക്ക് മേടിച്ച് പുറത്തോട്ടിറങ്ങി. ഒരു 10 മണിയായപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മേടിച്ച് സെറ്റായി. ഇനി ഞങ്ങൾക്ക് അവളുടെ വീട്ടിലോട്ട് പോകണം. എങ്ങനെ അവളുടെ വീട്ടിലെത്തിക്കും, അല്ലെങ്കിൽ എവിടെ വെച്ച് കേക്ക് കട്ട് ചെയ്യണം, ഇതൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. അവസാനം കേക്കുമായിട്ട് ഞങ്ങൾ പോവാണ്. പോകുന്ന സമയത്ത് ഗേറ്റ് അടവുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോവാം. അവളുടെ വീടെന്ന് വെച്ചാൽ ഇടവയാണ്. അവിടെ ചെന്നിട്ട് ആദ്യം ഞങ്ങൾ കരുതിയത് എവിടെയെങ്കിലും അവളെ പുറത്തോട്ട് ഇറക്കി കൊണ്ടുവന്നിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാം, വണ്ടിയിൽ തന്നെ സെറ്റാക്കിയിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ ഇത്രയും സമയമായപ്പോൾ ഞങ്ങൾക്കൊരു പേടി. കാരണം പുറത്തൊക്കെ ഒരുപാട് വീടും ആൾക്കാരൊക്കെ ഉള്ളതാണ്. അപ്പോൾ പുറത്തൊക്കെ വെച്ച് ഞങ്ങൾ ബഹളം വെച്ചാൽ ഭയങ്കര പ്രശ്നമാവത്തില്ലേ. ഇതിനിടയ്ക്ക് മറ്റേ പുള്ളിക്കാരത്തിനെ പുറത്തോട്ട് ഇറക്കണം. രണ്ടുപേരുടെയും വീട് അടുത്തടുത്താണ്. അങ്ങനെ ഞങ്ങൾ ആദ്യം അവളെ പിക്ക് ചെയ്തു. അവൾ വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അവളെയും പിക്ക് ചെയ്തിട്ട് പിന്നെയും വണ്ടിയിലിരുന്ന് കുറേ നേരം ആലോചിച്ചു എന്താ ചെയ്യേണ്ടതെന്ന്. അവളുടെ വീട്ടിൽ കൊണ്ടുപോയ അവളുടെ വാപ്പ കലിപ്പിലാവുമെന്ന് ഉള്ള പേടി കാരണം ഞങ്ങൾ ഓരോ പ്ലാനും മാറ്റി മാറ്റിയിരുന്നു. അവസാനം ഞങ്ങൾ കുറച്ച് വണ്ടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് അവിടെ ഇടവേ തന്നെയുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് കുറച്ച് ബലൂണും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ചെറുതായിട്ടൊന്ന് അലങ്കരിച്ചു. ഒന്നുമില്ലെങ്കിൽ അവളുടെ വീടിന് ഫ്രണ്ടിലിട്ടെങ്കിലും ഞങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്യാമല്ലോ, അതിന് കരുതിയിട്ട് ഇതെല്ലാം ഒന്ന് അലങ്കരിച്ച് വെച്ചു. അലങ്കാരപ്പണി ഒന്നും തീർന്നില്ല, എല്ലാം നടക്കുന്നതേ ഉള്ളൂ. പിന്നെ അവളുടെ ഹസ്ബൻഡ്, അവളുടെ ഇക്കയെ വിളിച്ചപ്പോഴത്തേക്കും ഇക്ക പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിലോട്ട് തന്നെ പൊക്കോ, വേറെ പ്രശ്നമൊന്നുമില്ല, വാപ്പ കൽപ്പിലൊന്നും വെക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവളുടെ അനിയനെ വിളിച്ച് എല്ലാം സെറ്റ് ചെയ്തു. ഞങ്ങൾ അവളുടെ വീടിൻ്റെ പുറകു കൂടെ പോയിട്ട് അവൻ ഞങ്ങൾക്ക് വാതിൽ തുറന്ന് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പോകുന്ന കാഴ്ചയാണ് ഇത്. അവിടെ ചെന്നപ്പോഴേക്കും അവളുടെ അനിയൻ ഞങ്ങൾക്ക് വാതിലൊക്കെ തുറന്നു തന്നു. ഞങ്ങൾ പതിയെ പതിയെ ഓരോരുത്തരായിട്ട് അകത്ത് കയറിയ. പുള്ളിക്കാരത്തി ഉറങ്ങിയിട്ടില്ല, അവളുടെ ഇക്കയെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അവളുടെ അനിയനോട് ഞങ്ങൾ പറഞ്ഞു എവിടെയെങ്കിലും ഒന്ന് പുറത്തോട്ട് പോകണം എന്നും പറഞ്ഞ് അവളെ വെറുതെ ഒന്ന് വിളിച്ചോട്ട് വരാൻ. ഈ പോകുന്ന കൂട്ടത്തിൽ അവൾ കണ്ടു, ശരിക്കും അവൾ ഞെട്ടി. അവൾ ഭയങ്കര സർപ്രൈസ്ഡായി. ആ ഷോക്കിൽ അവൾ നിൽക്കുക. അവളുടെ ഉമ്മയും അറിഞ്ഞിട്ടില്ല കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി. അവൾക്ക് നല്ല സന്തോഷമായി. അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ വീട്ടിൽ ചെല്ലും, അല്ലെങ്കിൽ 12 മണിക്കൊക്കെ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമെന്നൊന്നും അവൾ പ്രതീക്ഷിച്ചതേയില്ല. പിന്നെ അവളുടെ ഇക്കയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീട്ടിലോട്ട് ധൈര്യമായിട്ട് കയറി ചെല്ലാൻ പറ്റിയത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ടീം.
അങ്ങനെ ഞങ്ങൾ മേടിച്ച കേക്കൊക്കെ ആയിട്ട് അവിടെ വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. ഉള്ള സ്ഥലത്ത് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. ഇനി കേക്ക് മുറിക്കൽ. പിന്നെ കേക്കിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ അവളും അവളുടെ മകനും കൂടി കേക്ക് കട്ട് ചെയ്തു. നല്ല രീതിയിൽ അവളെ ഒന്ന് ഹാപ്പിയാക്കി. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. നല്ല രസമായിരുന്നു. 12 മണിക്കൊക്കെ പോയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വെറൈറ്റി സംഭവമായിരുന്നു. അവൾക്കും ഭയങ്കര സന്തോഷമായി. അവസാനം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ തന്നു. ഇനി വേണം ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകാനായിട്ട്. എന്തായാലും നല്ലൊരു സുഖമുള്ള പരിപാടിയായിരുന്നു.